നമ്മളുടെ ജീവിതം ഒന്നെടുത്തു നോക്കാം. ഇതിനിട്ട് എത്ര പാപങ്ങളാ ചെയ്യുന്നത്, എത്ര ആഭാസങ്ങളിലോട്ടാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. എന്നെ തെറ്റപ്പെടുത്താൻ കഴിയുമോ ഉമ്മ? കാണുന്നത് ഹറാമാണ്, കേൾക്കുന്നത് ഹറാമാണ്, നടക്കുന്നത് പാപത്തിലേക്കാണ്, ചിന്തിക്കുന്നത് പാപമാ, സംസാരിക്കുന്നത് പാപമാണ്, പിടിക്കുന്നത് പാപമാണ്, ജീവിതം മുഴുവനും പാപത്തിലോട്ട് കടന്നു ചെല്ലുന്നവരാണ് നമ്മളാ. ഒരു കവി പാടിയല്ലോ, ദിവസങ്ങൾ ആഴ്ചകളായിട്ടും ആഴ്ചകൾ മാസങ്ങളായിട്ടും മാസങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ കടന്നു പോവുകയാ. ഓരോ മിനിറ്റങ്ങൾ കഴിയുന്തോറും പാപങ്ങൾ ഇങ്ങനെ കൂമാരമായിട്ട് കൂടുകയാ. എന്റെ പ്രിയമുള്ളവരെ, പാപങ്ങൾ ഇങ്ങനെ മുങ്ങിക്കുടിച്ചു നിൽക്കുമ്പോ അതാ കടന്നു വരുന്നു ഈ ദുനിയാവ് പച്ചപ്പുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ദുനിയാവിന്റെ മാസ്മരികതയിലും മതിമറന്നു നിൽക്കുമ്പോ, പാപങ്ങളിൽ മുങ്ങിക്കുടിച്ചു നിൽക്കുമ്പോ, എല്ലാ രസങ്ങളും പിടിതെറിയുന്ന മരണദൂതനായ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ടാ എന്റെയും നിങ്ങളുടെ റൂഹ് പിടിച്ചു പോവുകയാ. പടച്ചവനെ അല്ലാഹ്, ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ലോകത്ത് നിന്ന് നല്ല നിലക്ക് വിട പറയണ്ടേ, ഈമാനോടുകൂടെ വിട പറയണ്ടേ, ആഖിബത്ത് നന്നായിട്ട് മരിക്കണ്ടേ. എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഉമ്മ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാ ഈ ലോകത്ത് നിന്ന് നല്ല നിലക്ക് നമുക്ക് മരിക്കണ്ടേ. അതിനെന്ത് ചെയ്യണമെന്നറിയോ? ഈ ദുനിയാവിനെ വലിച്ചെറിയണ പൊന്നുമോനെ. കാരണം എന്തെന്നറിയോ? എല്ലാ പാപത്തിന്റെ തുടക്കമാ ഈ ദുനിയാവിനോടുള്ള മുഹബ്ബത്താ, ദുനിയാവിനോടുള്ള പ്രേമമാ. അത് നിന്നെ പല തിന്മകളിലേക്ക് കൊണ്ടെത്തിക്കുന്നതാ, പല ആഭാസങ്ങളിലോട്ട് നിന്നെ എത്തിക്കുന്നതാ, നിന്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്നതാ. എന്റെ പ്രിയപ്പെട്ട പൊന്നു ചെറുപ്പക്കാരാ, ഈ ദുനിയാവ് നിന്നെ വഞ്ചിക്കുകയാ പൊന്നുമോനെ. നീ പോലും അറിയാതെ ഈ ദുനിയാവ് നിന്നെ വഞ്ചിക്കുകയാ. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത്, ഫലാ തഗുറന്നകുമൽ ഹയാത്തു ദുനിയാ. ദുനിയാവിന്റെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ആ വഞ്ചനയിൽ അകപ്പെടരുത്. ദുനിയാവിന്റെ വഞ്ചനയില് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളാരും അകപ്പെടാൻ പാടില്ല. ഇവിടെ എന്തുണ്ടാക്കിയിട്ടെന്തിനാ, എത്ര സമ്പാദിച്ചിട്ടെന്തിനാ, മണിമാളിക പോലോത്ത കൊട്ടാരങ്ങൾ നിർമ്മിച്ചിട്ടെന്തിനാ. ഒരു സുപ്രഭാതത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ ഒന്നും നമ്മൾ കൊണ്ടുപോകാനില്ലല്ലോ. ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ മണിമാളികകളോ സമ്പത്തുകളോ സ്വത്തുകളോ ഒന്നും ഞങ്ങൾ കൊണ്ടുപോകാനില്ലല്ലോ. يقول انظروا إني خرجت بلا شيء. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നിങ്ങളുടെ വീട്ടിൽ എത്രയോ കുഞ്ഞുമക്കൾക്ക് ജന്മം നൽകിയ ഉമ്മമാരുണ്ടാകും, നിങ്ങളുടെ പൊന്നുമക്കളുണ്ടാകും. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ, എത്ര മക്കൾക്ക് ജന്മം നൽകിയവളാണേ. ഒരു ഉമ്മ ഒരു കുഞ്ഞിക്ക് ജന്മം നൽകുമ്പോ ആ കുഞ്ഞിയെ ഞങ്ങൾ ഹോസ്പിറ്റലിന്റെ അകത്തളങ്ങളില് ചോരപ്പൈതലിനെ ഞങ്ങള് കാണാൻ പോകാറില്ലേ? ഓരോ കുഞ്ഞി ലോകത്തോട്ട് കടന്നു വരുമ്പോ തന്റെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടാ കടന്നു വരുന്നതാ. നമ്മളെ കുഞ്ഞുമക്കളെ കണ്ടിട്ടുണ്ടാകും, ഞങ്ങളെ പൊന്നുമക്കള് ഈ ലോകത്തോട്ട് കടന്നു വരുമ്പോ തന്റെ രണ്ട് കൈയും ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടാ കടന്നു വരുന്നത്. അതിന്റെ അർത്ഥം എന്തെന്നറിയോ? ഈ ദുനിയാവിന്റെ കരത്തിന്റെ ഉള്ളിൽ ഞാനാക്കുമെന്നാ. എന്നാ നിങ്ങൾ കേൾക്കണോ? എത്ര മയ്യത്ത് കണ്ടവരാ വാപ്പാ, എത്ര മയ്യത്ത് കാണാ പോയവരാണ്
നോക്കുമ്പോ അതിന്റെ കരമൊന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓരോ മയ്യത്തിന്റെ കരമൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ മയ്യത്ത് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുമ്പോ ലോകത്തോട്ട് കടന്നു വന്നത് കൈമുറയ്ക്ക് പിടിച്ചിട്ടാണെങ്കിൽ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുമ്പോ തന്റെ കൈ ഇങ്ങനെ വിതറി പിടിച്ചിട്ടാ ഇവിടെ പറയുന്നതാ. അതിന്റെ അർത്ഥം എന്തെന്നറിയോ? യഖൂലുറൂ ഇന്നി ഖറജ്തു ബിലാ ശൈഇ. എന്നെ പൊതിഞ്ഞിട്ടുള്ള ഈ 3 വെള്ള തുണിയല്ലാതെ ഒരു കഷ്ടം പോലും ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നില്ല. ഈ കഫൻ തുണിയല്ലാതെ ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന് മഹാന്മാർ പറയുമ്പോ സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കല്ലേ. ആ സമ്പത്ത് നിന്റെതല്ല. ഈ ലോകത്തെന്ന് ഇവിടെ പറയുമ്പോ ഒന്നും നമ്മൾ കൊണ്ടുപോകാനല്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.